വർഷം മുമ്പ് ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് കാണാതായ രാകേഷിനെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തതാണ് എന്നാരോപിച്ച് അമ്മ രമ കോടതിയെ സമീപിച്ചു. കേസ് അന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രാകേഷിന്റെ അമ്മ കോടതിയെ സമീപിച്ചത്. 2015 നവംബർ 5-നാണ് കുമാരപുരം പഞ്ചായത്ത് 15-ാം വാർഡിൽ പുത്തൻ വീട്ടിൽ രാകേഷിനെ കാണാതാകുന്നത്. 30-കാരനായ രാകേഷ് ആശാരി പണിക്കാരനായിരുന്നു. വീട്ടിൽ അമ്മയോട് സംസാരിച്ചിരുന്ന രാകേഷ് പുറത്തിറങ്ങിപ്പോയി. പിന്നീട് മടങ്ങി വന്നില്ല. അമ്മ രമയുടെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും 10 വർഷത്തിനിപ്പുറവും രാകേഷിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. രാകേഷിനെ കാണാതായതിന്റെ പിറ്റേ ദിവസം വീടിന് തൊട്ടടുത്ത റോഡിൽ തളം കെട്ടി നിൽക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയതോടെ രാകേഷിന്റേത് കൊലപാതകമാണെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിച്ചിരുന്നു. എന്നാൽ രാകേഷിന്റെ മൃതദേഹമോ അപായപ്പെടുത്തിയതിന് സാക്ഷികളോ തുടങ്ങി കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇതോടെ അന്വേഷണവും വഴിമുട്ടി. വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ മുടിയും രക്തവും രാകേഷിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിലൂടെ വ്യക്തമായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കായംകുളം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതിനിടെയാണ് മകനെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തു എന്നാരോപിച്ച് അമ്മ രമ കോടതിയെ സമീപിച്ചത്. ഹരിപ്പാട് സ്വദേശികളായ ചിലരാണ് മകന്റെ കൊലപാതകത്തിനു പിന്നിലെന്നും സമ്മർദ്ദത്തിന്റെ ഫലമായി കുറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. കേസിന്റെ അന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന നൽകിയ ഹർജിയിലുണ്ട്. ജനം, ആലപ്പുഴ.